വൻ തിരിച്ചടികൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി. എന്തുകൊണ്ട് ദിലീപിന് മലയാള സിനിമ വ്യവസായത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിൻ്റെ കാര്യങ്ങൾ കേസും വഴക്കും. അദ്ദേഹം നിരന്തരമായിട്ട് തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ അതിനെ കുറ്റം പറയാനാവില്ല. ഒരു നടൻ്റെ ജീവിതമാർഗമാണത്. പക്ഷെ ചെയ്തു കൂട്ടിയ കുഴപ്പങ്ങളുടെ പേരിൽ അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരു വശത്തവിടെ കിടക്കട്ടെ. ഇതേപ്പറ്റി ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വൻ വിവാദമായി. പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ ഒരു വലിയ സമൂഹം MA ബേബി ഇട്ട പോസ്റ്റിനെതിരെ പ്രതികരിച്ചു. അതിൻ്റെ ഗൗരവം MA ബേബിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം. അതിൽ തനിക്ക് ചില പിശക് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു FB പോസ്റ്റാണ് ശ്രീ MA ബേബി ഇട്ടത്. നല്ലത്. അദ്ദേഹം ഒരു വലിയ കലാ ആസ്വാദകനാണെന്ന് നമുക്കറിയാം. പാർട്ടിയിൽ കലാസാഹിത്യ മേഖലകളിൽ വളരെ ആഴത്തിൽ പഠിപ്പും അറിവും അനുഭവങ്ങളും ഒക്കെയുള്ള ഒരു വലിയ നേതാവാണ് MA ബേബി. കലാ ആസ്വാദകൻ എന്ന നിലയിലും പാർട്ടിയുടെ കലാവിഭാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിലും ഒക്കെ വളരെ വലിയ പങ്കുവഹിച്ച ഒരാളാണ് MA ബേബി. അദ്ദേഹം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് തിരുത്തേണ്ടി വന്നത് അദ്ദേഹം ഇപ്പോൾ കലാസ്വാദകൻ മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് എന്നുള്ളത് അദ്ദേഹം മറന്നുപോയോ ഒരു നിമിഷം ഈ പോസ്റ്റ് ഇടുമ്പോൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ തിരുത്തലുകൾ വേണ്ടി വന്നത്. അത് ഇങ്ങനെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് പല സുഹൃത്തുക്കളും എന്നോട് നേരിട്ടും അല്ലാതെയും പരാതി പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതുമുഖ ചലച്ചിത്ര സംവിധായകന്റെ നിരന്തരമായ അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ നിർബന്ധിതനായത്. നോട്ട് ദ പോയിന്റ്, നിർബന്ധിതനായത്. സിനിമ കണ്ടപ്പോൾ ഒരു നല്ല സന്ദേശമുള്ള സിനിമയായി ആണിതെന്ന് എനിക്ക് തോന്നി. സ്വാഭാവികം. മറിച്ച് അഭിപ്രായം ഉള്ളവരും ഉണ്ടാകാം. സ്വാഭാവികം. കലാപരമായി അസാധാരണമായ ഔന്നത്യം ഇതിനില്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യമായ അസഭ്യ വർഷങ്ങളോ ഒന്നും ഇല്ലാതെ ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി. അതുകൊണ്ടാണ് സംവിധായകനെ അല്ലാതെ മറ്റാരെയും പേരെടുത്ത് പരാമർശിക്കാതെ ഞാൻ അത് പങ്കുവച്ചത്. ഇക്കാര്യത്തിന് ഇതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ അഭിനയിച്ച ആരോപണ വിധേയനായ നടനെ ഞാൻ ന്യായീകരിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ദിലീപിനെ ഉദ്ദേശിച്ചിട്ടാണ്. തികച്ചും അപ്രതീക്ഷിതമായി ഒട്ടേറെ സഖാക്കൾ, അത് അനുഭാവികൾ തുടങ്ങിയവർ സതുദ്ദേശത്തിലും മറ്റിലും അങ്ങനെ അല്ലാതെയും, സതുദ്ദേശമില്ലാതെയും എന്നാണ് അർത്ഥം, അല്ലാതെയും ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. പാർട്ടിയെയും എന്നെയും സ്നേഹിക്കുന്നവരെ ഇത്തരത്തിൽ ഉദ്ദേശിക്കാതെ പ്രയാസപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമുണ്ട്. CPM ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഒരു ഖേദപ്രകടനമാണ് ഈ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. അതിലെ ഒരു വരി, അതായത് ഈ സിനിമയിൽ ഈ അസഭ്യവർഷങ്ങളോ അതിക്രമങ്ങളോ അല്ലെ അതായത് ഇങ്ങനെയാണ്: കലാപരമായി അസാധാരണമായ ഔന്നത്യം ഇതിനില്ലെങ്കിലും അക്രമരംഗങ്ങളോ അനാവശ്യമായ അസഭ്യവർഷങ്ങളോ ഒന്നും ഇല്ലാതെ ഭേദപ്പെട്ട ഒരു സിനിമയായി തോന്നി. അപ്പൊ സിനിമയിൽ അസഭ്യവർഷമോ അക്രമരംഗങ്ങളോ പാടില്ല എന്നുണ്ടോ? ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്തോടുന്ന ഒരു സിനിമയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച റിലീസ് ചെയ്ത സിനിമയുണ്ട്, നരിവേട്ട. മുത്തങ്ങ സമരത്തിന്റെ ഒരേട് എടുത്തിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. മുത്തങ്ങ വെടിവെപ്പ്, AK ആന്റണിയുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വെടിവെപ്പിനെ അധികരിച്ചിട്ടുള്ള സിനിമ. ആദിവാസികളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം അതിന്റെ സിനിമ. ഈ സിനിമയിൽ അക്രമ രംഗങ്ങൾ കാണിക്കാതിരിക്കാതെ പിന്നെ നരിവേട്ട ചിത്രീകരിക്കാൻ പറ്റുമോ? മുത്തങ്ങ വെടിവെപ്പ് കാണിക്കാതെ നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ MA ബേബിയോട് ചോദിക്കുകയാണ്. സിനിമയിൽ വയലൻസ് വരും,
പ്രമേയം ആവശ്യപ്പെടുന്ന വയലൻസ് സിനിമയിൽ കാണിക്കേണ്ടി വരും. അത് കാണിക്കാതെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ ആയിക്കോട്ടെ. ഇത് പറയുന്നത് ഇനി ദിലീപ് എന്ന് പറയുന്ന നടൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം നാട്ടുകാർക്കെല്ലാം അറിയാം. അതിന്റെ കോടതി അന്തിമ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു സഹപ്രവർത്തകയോട്, ഒരു നടിയോട് കാണിക്കാവുന്ന എത്രമാത്രം ക്രൂരതയാണ് ദിലീപ് കാണിച്ചത് എന്ന് കുറ്റാരോപിതന്, അക്യൂസ്ഡായിട്ട് നിൽക്കുന്നു. നിരപരാധിയോ കുറ്റവാളിയോ ഒന്നും തെളിയിച്ചിട്ടില്ല. പക്ഷെ ഇതുവരെയുള്ള നിലയനുസരിച്ച്, കേസിന്റെ നിലയനുസരിച്ച് എത്ര ക്രൂരമായ ഒരു ഓപ്പറേഷനാണ് ഒരു സഹപ്രവർത്തകയ്ക്കെതിരെ, ഒരു നടിക്കെതിരെ ദിലീപിന്റെ കൂട്ടാളികൾ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തത് എന്നുള്ളതാണ് കേസ്. അദ്ദേഹം തിരിച്ചുവരാൻ ശ്രമിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കി അത് പരാജയപ്പെടും. അടുത്തതുണ്ടാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലി അത് വിജയിച്ച് പരാജയപ്പെടും. അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തുകൊണ്ട് ദിലീപ് മലയാള സിനിമാ വ്യവസായത്തിൽ നിന്ന് ഔട്ടായിപ്പോയി? അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഈ ഒറ്റ കേസ് കൊണ്ടാണ്. അതിന് ന്യായീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾ എന്തുകൊണ്ട് പിന്നെ വിജയിക്കുന്നില്ല? ഇപ്പോൾ പണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നല്ലോ ദിലീപിൻ്റെത് പലതും. മീശമാധവൻ ഉൾപ്പെടെ. മീശമാധവൻ ഒരു സംവിധായകന്റെ ക്രാഫ്റ്റാണ്, ലാൽ ജോസിന്റെ ക്രാഫ്റ്റാണ്. പിന്നെ ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളും പരാജയപ്പെട്ട സിനിമകളും ഒക്കെ എടുത്തു നോക്കിയാൽ ദിലീപിന്റെ ഒരു റോൾ എന്താണ്? വളരെ നിലവാരം കുറഞ്ഞ തമാശകൾ. മലയാള സിനിമയെ പിന്നോട്ടടിച്ച ഒരു വ്യക്തിയാണ് ദിലീപ്. ദിലീപിന്റെ എല്ലാ സിനിമകളും എടുത്തു നോക്കുക, നിലവാരം കുറഞ്ഞ ഡയലോഗ്സ്, നിലവാരം കുറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പ്രയോഗങ്ങൾ. അങ്ങനെ ഒരു നടനായിട്ട് വന്ന് ജനപ്രിയ നടൻ എന്നുള്ള പേരും സമ്പാദിച്ചിട്ട് കയ്യിൽ കുറെ കാശ് വന്നപ്പോൾ ഒന്ന് അഹങ്കരിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്താണ് കാര്യം? എങ്ങനെയാണ് സിനിമയെ ദിലീപ് കീഴടക്കിയത്? കൊച്ചി ബേസ്ഡായിട്ട് 2020 അമ്മയ്ക്ക് വേണ്ടി 2020 എന്ന സിനിമ നിർമ്മിച്ചു ദിലീപ്. കൈ കാശുണ്ടല്ലോ, നിർമ്മിച്ചിട്ട് അത് വൻ ഹിറ്റായി. അതിന്റെ ലാഭത്തിൽ നിന്ന് 1 കോടി രൂപ അമ്മയ്ക്ക് സംഭാവന ചെയ്തു. ആ 1 കോടി രൂപ സമ്പാദിച്ചതിന്റെ പേരിലാണ് ദിലീപ് മലയാള സിനിമാ വ്യവസായത്തെ കീഴടക്കുന്നത്. പിന്നെ പിടിച്ചിട്ട് സർവ്വതും കയ്യിലാക്കിയപ്പോൾ അഹങ്കാരം വന്നു. അഹങ്കരിച്ചപ്പോൾ പണി കിട്ടി, ഒരു കേസുണ്ടായി, അതിജീവിത അത് ധൈര്യമായിട്ട് പോരാടി. ഇതൊക്കെ MABക്ക് അറിയാമല്ലോ. അപ്പൊ അദ്ദേഹം നായകനായി വരുന്ന ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇടുമ്പോൾ ജനങ്ങൾ സ്വഭാവമായിട്ട് പ്രതികരിക്കും. പിന്നെ ദിലീപ് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വിവാഹമോചന കേസ് എറണാകുളം കോടതിയിൽ കൊടുത്തപ്പോൾ, ആ കേസ് നടക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അത് തൃശ്ശൂർ പുള്ളിൽ മഞ്ജു വാര്യരുടെ വീട്ടിൽ നിന്നാണ് ഇവര് മാറി താമസിക്കുന്നു. ദിലീപ് ആലുവയിലും മഞ്ജു പുള്ളിലെ വീട്ടിലും തൃശ്ശൂര്. എനിക്കൊരു ഫോൺ കോൾ വരുന്നു പുള്ളിലെ വീട്ടിൽ നിന്ന്. ഞാനന്ന് മനോരമ ഓൺലൈനിലെ എഡിറ്റോറിയൽ വിഭാഗത്തിന്റെ മേധാവിയാണ് കോട്ടയത്ത്. ഈ വിഭാഗമോചനത്തിന് തൊട്ടുമുമ്പുള്ള സംഭവമാണ്. ഒരു കോൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ബോംബ് തരാൻ ന്യൂസ്. എന്റെ സുഹൃത്ത് എന്നെ വിളിക്കുന്നു. അദ്ദേഹം അപ്പൊ പുള്ളിൽ മഞ്ജു വാര്യരുടെ വീട്ടിലുണ്ട്. എന്താണ് അത്? ഈ വീഡിയോ ഇത്തിരി ദീർഘിക്കുന്നതിൽ എന്റെ പ്രേക്ഷകർ ക്ഷമിക്കണം, കാരണം ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. ദിലീപ് ആരാണ്? അപ്പോ ഈ കോളിൽ പറയുന്നു, ഞാനിവിടെ മഞ്ജുവിന്റെ കൂടെയുണ്ട്, ഇവിടെയാണ്. അദ്ദേഹം സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് എന്റെ സുഹൃത്ത്. മഞ്ജു നാളെ കോടതിയിൽ ഹാജരാകുകയാണ് എറണാകുളത്ത്. ഇപ്പോൾ അതുകൊണ്ട് ദിലീപിൽ നിന്ന് നഷ്ടപരിഹാരമൊന്നും മഞ്ജു ആവശ്യപ്പെടുന്നില്ല, ജീവനാംശം വേണ്ട. പിന്നെ ഞാനും, മഞ്ജുവിന്റെ വാക്കുകളാണ്, ഞാനും ദിലീപും കൂടെ ഉണ്ടാക്കിയ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം ഞാൻ വിട്ടുകൊടുക്കുന്നു, ദിലീപിന് വിട്ടുകൊടുക്കുന്നു. എന്റെ ഭർത്താവ് വിവാഹമോചനം നേടുന്ന ആളിന് വിട്ടുകൊടുക്കുന്നു. എന്റെ മകളുടെ കാര്യങ്ങൾ നോക്കാൻ ആ സ്വത്ത് ധാരാളം മതി. അപ്പൊ ഞാൻ ഇങ്ങനെ സത്യവാങ്മൂലം അഫിഡവിറ്റ് നാളെ കോടതിയിൽ കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് മഞ്ജു വാര്യർ പറയുന്ന ബോംബ്, എക്സ്ക്ലൂസീവ് ബോംബാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അരമണിക്കൂറിനകത്ത് ഈ സ്റ്റോറി പെട്ടെന്ന് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് മഞ്ജുവിനോട് കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നാളെ കോടതിയിൽ ഇത് കൊടുക്കാൻ പോവുകയാണ് സത്യവാങ്മൂലം, എനിക്ക് ഒരു ജീവനാംശവും വേണ്ട എന്നുള്ളത്. അത് വലിയ വാർത്തയാണ്. ഞാൻ പെട്ടെന്ന് അരമണിക്കൂറിന്റെ വാർത്ത തയ്യാറാക്കി ഞാൻ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു, മനോരമ ഓൺലൈനിൽ. 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാർത്ത കില്ല് ചെയ്തു. 18 മിനിറ്റ് ആ വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നു. 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വാർത്ത കില്ല് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആധിയായി. ഞാൻ മനോരമ ഓൺലൈൻ്റെ തലപ്പത്തിരിക്കുന്ന എൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഞാൻ എഡിറ്റോറിയൽ ഹെഡാണല്ലോ, അതിന് മുമ്പിൽ മാനേജ്മെന്റിന്റെ ഒരു സംവിധാനമുണ്ട്, എന്തുകൊണ്ട് ഈ സ്റ്റോറി കില്ല് ചെയ്തു? അപ്പോ
അത് പിന്നെ മാമൻ സാറ് പറഞ്ഞിട്ടാണ് കില്ല് ചെയ്തത്. അതായത് മാമൻ മാത്യു, ചീഫ് എഡിറ്റർ ഓഫ് മലയാള മനോരമ, പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി കില്ല് ചെയ്തതെന്ന് എനിക്ക് മറുപടി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം, മാമൻ മാത്യു സാർ എന്താണ് പറഞ്ഞത്? അതിങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ മുകളിലിരിക്കുന്ന ആൾ എന്നോട് പറയുകയാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അതെ, ദിലീപ് നേരിട്ട് വിളിച്ച് ഈ വാർത്ത കണ്ടിട്ട് ഈ മഞ്ജു ഇങ്ങനെ സ്വയം തീരുമാനമെടുത്തുന്ന ആൾ അഫിഡവിറ്റ് കൊടുക്കുന്നു, മഞ്ജുവിനൊരു മേൽക്കൈ അത് കിട്ടുകയാണ്. അത് നിങ്ങളിങ്ങനെ മനോരമ ഓൺലൈനിൽ ഇങ്ങനെ ഒരു സ്റ്റോറി വന്നത് ശരിയാണോ? എനിക്ക് നാണക്കേടല്ലേ എന്ന് ദിലീപ് നേരിട്ട് വിളിച്ചിട്ട് മാമൻ മാത്യു സാറിനോട് പരാതി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ട് മനോരമ എന്ന് പറയുന്ന 100-ലധികം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇങ്ങനെ സത്യസന്ധമായ ഒരു വാർത്ത കില്ല് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വാർത്തയിൽ തെറ്റുണ്ടോ? നാളെ കോടതിയിൽ മഞ്ജു ഹാജരായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പോവുകയാണ് അഫിഡവിറ്റ്. നാളെ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം. എൻ്റെ വാർത്തയിൽ തെറ്റുണ്ടോ? അയ്യോ, തെറ്റില്ല, വാർത്ത വളരെ നല്ല എക്സ്ക്ലൂസീവാണ്, ഒരു തെറ്റും അതിൻ്റെ അകത്തില്ല എന്ന് ബോധ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ദിലീപിന്റെ വിളി വന്നുകൊണ്ടാണ് മാമൻ മാത്യു സാറ് പറഞ്ഞ സ്റ്റോറി മാറ്റിവെക്കാൻ കില്ല് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മുടെ മനോരമയുടെ കൊച്ചിയിലെ മറ്റേ മെഗാ ഷോയ്ക്ക് 10 ലക്ഷം രൂപ തന്നത് ദിലീപാണ്. 10 ലക്ഷം രൂപയാണ് മനോരമയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്ത ദിലീപ്. അപ്പൊ ആ ദിലീപ് വിളിച്ചു പറയുമ്പോൾ നമ്മളത് പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് മനോരമയുടെ രീതി എന്ന് പറയുന്നത്. 10 ലക്ഷം രൂപ കിട്ടിയത് കൊണ്ട് എൻ്റെ വലിയൊരു എക്സ്ക്ലൂസീവ് കില്ല് ചെയ്ത സ്ഥാപനമാണ് മലയാള മനോരമ. ദിലീപിനെതിരെയല്ല, ദിലീപിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു വാചകം പോലും എൻ്റെ ഇപ്പൊ ആർക്കൈവ് ആ സ്റ്റോറി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. മനോരമ ഓൺലൈൻ്റെ ആർക്കൈവിൽ അതുണ്ട്. അവിടെ ഞാൻ എവിടെയാ ദിലീപിനെ അവഹേളിക്കുന്നത്? ദിലീപിനെ അവഹേളിക്കുന്ന ഒരു വാചകം പോലും എൻ്റെ വാർത്തയിലില്ല. പക്ഷെ അത് കില്ല് ചെയ്യപ്പെട്ടു. അപ്പൊ ആരാണ് ദിലീപ് എന്ന്? ദിലീപിനെ പറ്റി വേറെ ഒത്തിരി പറയാനുണ്ട്, സിനിമ ഇൻഡസ്ട്രി എന്നുള്ള വിവരങ്ങൾ ഇവിടെ പറഞ്ഞാൽ നീണ്ടുപോകും, അതുകൊണ്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരാളെ സാധൂകരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടതാണ് ഇതിനകത്തെ പ്രധാന വിഷയം. 2, നരിവേട്ട എന്ന സിനിമയിൽ അക്രമം കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ നരിവേട്ട സിനിമ ഉണ്ടായത് എങ്ങനെയാണ്? അതിൽ കൈരളി ടിവിയുടെ ഒരു ക്യാമറാമാന്റെ റോളുണ്ട്, ഒരിക്കലും മറന്നുപോകരുത്. വാർ റിപ്പോർട്ടിങ്ങിന് സമാനമായിട്ട് സാഹസികമായിട്ട് മുത്തങ്ങയിലെ പോലീസ് ക്രൂരതയെ പുറത്തു കൊണ്ടുവന്നത് അന്ന് കൈരളി ടിവിയുടെ 24 വർഷം മുമ്പ് നടന്ന സംഭവം. അന്ന് കൈരളി ടിവിയുടെ ക്യാമറമാനായിരുന്ന ഷാജി പട്ടണം സാഹസ്യമായിട്ടൊരു മരത്തിന് മുകളിൽ കയറിയിരുന്നിട്ട് മുത്തങ്ങയിൽ എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് മുത്തങ്ങയിൽ എന്ത് നടന്നു എന്ന് ലോകം കണ്ടത്. ആ ദൃശ്യങ്ങളിലൂടെ അത് വന്നത് കൈരളി ടിവിയിലൂടെയാണ്. ഞാനന്ന് കൈരളി ടിവിയിൽ പണിയെടുക്കുന്ന സമയം MA ബേബി വിളിച്ചിട്ടാണ് ഞാൻ കൈരളി ടിവിയിലേക്ക് ജോലിക്ക് വരുന്നത്. മാതൃഭൂമിയിലെ ചെന്നൈയിലെ ബ്യൂറോ ചീഫ് സ്ഥാനം ഉപേക്ഷിച്ചിട്ട് കൈരളി ടിവിയിലേക്ക് ഞാൻ വരുന്നത് MA ബേബി വിളിച്ചിട്ടാണ്. അന്ന് MA ബേബിക്കായിരുന്നു പാർട്ടിയിൽ നിന്ന് കൈരളി ടിവിയുടെ ചുമതല. അതവിടെ നിൽക്കട്ടെ. ഷാജി പട്ടണം എടുത്ത ഈ അതിഭീകരമായ പോലീസ് നരവേട്ടയുടെ വിഷ്വലുകളാണ്, ദൃശ്യങ്ങളാണ് ലോകത്തെ വിളിച്ചു പറഞ്ഞത് മുത്തങ്ങയിൽ നടന്നത് നായാട്ട എന്നുള്ളത് പുറത്തു കൊണ്ടുവന്നത് ഷാജി പട്ടണം. ബാക്കി എല്ലാ മാധ്യമ പ്രവർത്തകരെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു, നിരോധിച്ചു, മേഖലയെല്ലാം നിഷ്പ്രഭമാക്കി പോലീസ്. AK ആന്റണി മുഖ്യമന്ത്രി, AK ആന്റണിയുടെ പോലീസ് മാധ്യമപ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് പോലീസ് വെടിവെപ്പ് തുടങ്ങിയത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ. പക്ഷേ ഷാജി പട്ടണം എന്ന് പറഞ്ഞ ക്യാമറമാനെ ഞാൻ അംഗീകരിക്കുന്ന അവിടെയാണ്. അദ്ദേഹം വലിഞ്ഞു കയറി ഒരു മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരുന്നു. ഇവര് കണ്ടില്ല, പോലീസ് കണ്ടില്ല. എന്നിട്ട് ഈ പോലീസിന്റെ ഈ നരവേട്ട മുഴുവൻ ക്യാമറയിൽ പകർത്തിയത് ഷാജി പട്ടണമാണ്. എന്നിട്ട് അവസാനം പോലീസ് കണ്ടുപിടിക്കുന്നു ഷാജി പട്ടണത്തെ. അപ്പൊ ആക്രോശിച്ചിട്ട് പോലീസ് എറിഞ്ഞ് ഇറങ്ങടാ താഴെ എന്ന് പറയുന്നു. അപ്പൊ ഈ ക്യാമറ കയ്യിലുണ്ട്. പക്ഷേ ഷാജി പട്ടണത്തിന്റെ ബുദ്ധി, നിമിഷ നേരം കൊണ്ട് ഷാജി ക്യാമറയിലെ ഒറിജിനൽ കാസറ്റ് എടുത്തിട്ട് അണ്ടർവെയറിൽ ഷഡിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് വേറൊരു ഒരു കാസറ്റ് ക്യാമറയിൽ ഇട്ടു. അത് ടേപ്പുള്ള ക്യാമറയാണ്, സോണിയുടെ ടേപ്പ് ക്യാമറയാണ്, മാഗ്നറ്റിക് ടേപ്പ് ക്യാമറയാണെന്ന് ഉപയോഗിക്കും. ഇപ്പൊ ടേപ്പ്ലെസ് ക്യാമറയാണല്ലോ. അന്ന് ടേപ്പുള്ള ക്യാമറ 10 ലക്ഷം രൂപ വിലയുള്ള ക്യാമറയാണ് ഷാജി പട്ടണത്തിന്റെ കയ്യിലിരിക്കുന്നത്, സോണിയുടെ. അപ്പൊ ആ ടേപ്പ് മാറ്റിയിട്ട് വേറൊരു ടേപ്പ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു, വേറെ ഏതോ പ്രോഗ്രാമിന്റെ. എന്നിട്ട് പോലീസ് ഏതായാലും അണ്ടർവെയർ ഷഡ്ഡി പരിശോധിച്ചില്ല, ഷഡ്ഡിക്കകത്ത് കൈയിട്ട് നോക്കിയില്ല. അതുകൊണ്ട് ഈ ഷഡ്ഡിക്കകത്ത് ഈ കാസറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഷാജി പട്ടണം ഇത് പുറം ലോകത്തിന് കൊടുത്തത്, കൈരളി ടിവിയിലൂടെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ്.
എന്നിട്ട് പോലീസിന്റെ കിട്ടിയത് വേറൊരു കാസറ്റ്. അത് നോക്കിയിട്ട് അമ്മമാർക്ക് ഒരു കുന്തോ കിട്ടില്ല, അവരത് തല്ലിപ്പൊളിച്ച് കളഞ്ഞു. ഷാജിയെ കസ്റ്റഡിയിലെടുത്തു, പക്ഷേ ഈ ക്യാമറ മാത്രം, ഈ കാസറ്റ് മാത്രം പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് പറയുന്നത് എം.എ. ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇടുമ്പോൾ സിനിമയിൽ അക്രമമില്ലാത്തൊരു സിനിമ, ചില സിനിമയിൽ അക്രമം കാണിക്കേണ്ടി വരും, നരിവേട്ട പോലെ പല സിനിമകളിലും. അപ്പൊ അക്രമവും അസഭ്യവും പറയാത്ത സിനിമയാണ് മികച്ച സിനിമ എന്ന് എം.എ. ബേബി നിരൂപിച്ചാൽ ആ നിരൂപിക്കുന്നത് പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ പ്രതിഷേധം വന്നതുകൊണ്ടാണ് എം.എ. ബേബിക്ക് ഇങ്ങനെ ഒരു മാപ്പ്, ഖേദ പ്രകടനം നടത്തേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പൊ വെറും കലാസ്വാദകൻ മാത്രമല്ല, സംഗീത ആസ്വാദകൻ മാത്രമല്ല, അദ്ദേഹം ഒരു പ്രമുഖ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്നുള്ള പദവി മറന്നുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് അപേക്ഷിക്കുന്നത്.